ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ദഹനത്തിന്റെ പ്രവർത്തനം ഭക്ഷണത്തിന്റെ അളവ് പ്രകാരം എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഇന്ന് അതിന്റെ മറ്റൊരു രൂപം, ഈ അളവെന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ള രൂപത്തിലാണ്, എണ്ണത്തിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: മിക്സിംഗ് മെനി ഫുഡ്സ് സ്ലോസ് ഡൈജഷൻ, സിമ്പിൾ മീൽസ് കീപ് ഡൈജഷൻ സ്മൂത്ത് ആൻഡ് ഈസി. മിശ്രിത ഭക്ഷണവും ദഹനവും, പ്രകൃതി ഒന്നിപ്പിച്ചവ അല്ലാത്ത വിവിധ ഇനം ഭക്ഷണ ഘടകങ്ങൾ ഒരേ സമയം കഴിക്കുന്നത് ശരീരത്തിന്റെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നുണ്ട്. ഓരോ ഭക്ഷണത്തിനും വ്യത്യസ്തമായ എൻസൈമുകളും ദഹന സമയവും അമ്ല ക്ഷാര പരിസരങ്ങളും ആവശ്യമാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളും സാവധാനം ദഹിക്കുന്നവയും ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹനം മന്ദഗതിയിലാകും. ഭാരമേറിയ ഭക്ഷണങ്ങൾക്കൊപ്പം പഴങ്ങൾ കഴിക്കുമ്പോൾ അവയുടെ ദഹനം വൈകിപ്പിക്കുകയും പുളിച്ചു പോകുവാൻ കാരണമാവുകയും ചെയ്യുന്നു. പ്രോട്ടീനുകളുടെ ദഹനത്തിന് കഠിനമായ അസിഡിറ്റിയും അന്നജത്തിന് ക്ഷാര സാഹചര്യവും ആവശ്യമായതിനാൽ ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കൊഴുപ്പുകൾ ചേർന്ന ഭക്ഷണം ആമാശയം ശൂന്യമാക്കുന്ന പ്രക്രിയയെ സാവധാനത്തിലാക്കുകയും മൊത്തം ഭക്ഷണത്തിന് തന്നെ അമിതഭാരം നൽകുകയും ചെയ്യുന്നു. pH വ്യതിയാനം, എൻസൈമുകളുടെ മത്സരം, ദഹനത്തിലെ കാലതാമസം എന്നിവ ഗ്യാസ്, വയറുവീർക്കൽ, ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്നു. എത്ര ഘടകങ്ങൾ നാം ഒരുമിച്ച് കഴിക്കുന്നുവോ അത്ര കണ്ട് ദഹനം സങ്കീർണമായിരിക്കും. പാചകം ചെയ്തവയും ചെയ്യാത്തവയും ഒരുമിപ്പിക്കുന്നതും ദഹനത്തെ സങ്കീർണമാക്കും. ദഹനം മികച്ചതായി നിലനിൽക്കാൻ ഘടകങ്ങൾ കുറഞ്ഞ ഭക്ഷണക്രമം ശീലിക്കുക. വേഗത്തിൽ ദഹിക്കുന്നവയും ഭാരമേറിയതുമായ ഭക്ഷണങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക. ഈ നമ്മള് ആധുനിക കാലത്ത് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്ന ശീലമുള്ളവരാണ്. ഈ ആധുനിക കാലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ആധുനിക കാലമൊക്കെ ആരംഭിച്ചിട്ട് വർഷങ്ങളായി കഴിഞ്ഞു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് ഞാൻ സ്ഥിരം എടുക്കുന്ന ഒരു ഉദാഹരണം സാമ്പാർ എന്ന് പറയുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ ഒരു 22-ലധികം ഘടകങ്ങൾ ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ പാചക പരിചയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ നമ്മളിവിടെ കഴിക്കുന്ന സാധാരണ ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണത്തില് നമ്മൾ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്താണ് കഴിക്കുക. ചോറ്, അതിന് ഒരു ഒഴിച്ചുകറി, അതിന് മിക്കപ്പോഴും പരിപ്പിന്റെ അംശം ഉണ്ടാവും, പരിപ്പുണ്ടായിരിക്കും സാധാരണ രീതിയിൽ. അതല്ലാത്ത വിഭവങ്ങളുണ്ട് എങ്കിലും ഇനി അതിൽ തന്നെ ഒരുപാട് മിശ്രിതങ്ങൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ മാംസവും അല്ലെങ്കിൽ മത്സ്യം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കാറുണ്ട്. ഇങ്ങനെ പലതരം ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുക എന്നുള്ളത് നമ്മുടെ രീതിയാണ്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളല്ല ഇത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മളാണ് ഇതിനെ മിശ്രിതമാക്കി ഒരു തിളപ്പിച്ച് പല ക്രമത്തിൽ അതിനെ മിക്സ് ചെയ്ത് ഒരു ഏക ചേരുവയാക്കി മാറ്റുന്നത്. പ്രകൃതി ഒരുമിപ്പിച്ചവയെ നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്യും. അരിയും തവിടും, അല്ലെങ്കിൽ മറ്റേ പച്ചക്കറിയുടെ ഇപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ തോല് കളഞ്ഞിട്ടേ ഉപയോഗിക്കും. അപ്പൊ പ്രകൃതി ഒരുമിപ്പിച്ചതിനെ നമ്മൾ വേർതിരിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ അതിനെ വേർതിരിക്കും. അതായത് ഇതെല്ലാം ഒഴിവാക്കി വെച്ച പ്രകൃതിയല്ല, ഇതിന്റെയൊക്കെ ആസ്വാദകനായ നമ്മളാണ് ഇതിന്റെ തീരുമാനകൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഓരോ തരം ഭക്ഷണത്തിനും വ്യത്യസ്തമായ എൻസൈമുകൾ ആവശ്യമാണ്. ഓരോ ഭക്ഷണം ദഹിക്കാനും വ്യത്യസ്തമായിട്ടുള്ള എൻസൈമുകൾ ആവശ്യമാണ്. അതിന് ദഹന സമയം ഓരോന്നിനും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇപ്പോ അമ്ലക്ഷാര പരിസരം എന്ന് പറയുന്നത്, ഇപ്പൊ ചിലത് ദഹിക്കാൻ അമ്ലം ആണ് ശരീരത്തിൽ ഉണ്ടാകേണ്ടത്, ചിലത് ദഹിക്കാൻ ക്ഷാര പരിസരങ്ങളാണ് ആവശ്യം. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളും ഉണ്ട്. പെട്ടെന്ന് ദഹിക്കുന്നത് ഇപ്പൊ കരിക്ക് അല്ലെങ്കിൽ നമ്മൾ പഴങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കുന്നത്, സലാഡ്സ് ഒക്കെ പെട്ടെന്ന് ദഹിക്കുന്നതാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെ സാവധാനം ദഹിക്കുന്നവ
ഇപ്പോ നോൺ വെജ് പോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അതിന്റെ കൂടെ കഴിക്കും. ഇതിലെ മൊത്തം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കഴിക്കുന്ന സമയത്ത് ഈ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ളവയുടെ സമയത്തിനേക്കാളും അധികമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാരണം രണ്ട് തരം ഘടകങ്ങളെ രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കാഠിന്യമേറിയ ദഹന സമയം ആവശ്യമുള്ള ദഹന പ്രക്രിയ ആവശ്യമുള്ള ഒരു ഭക്ഷണത്തെ ദഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനേക്കാളും കൂടുതൽ ഒരു എക്സ്ട്രാ ആണല്ലോ ഈ സ്ലോ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണത്തിനും വേണ്ടി വരിക. എന്നുവെച്ചാൽ ഇപ്പോ ഒരു ഭക്ഷണം ദഹിക്കാൻ 5 യൂണിറ്റ് ഊർജമോ സമയമോ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് ദഹിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കഴിഞ്ഞു പോകുന്നതല്ല വിചാരിക്കുന്നത്, ഇതിന്റെ കൂടെ അതും കൂടെ ലോഡായിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മൊത്തം സമയം കൂടുതലായിട്ട് വരുന്നു, മൊത്തം ഭാരം കൂടുതലായിട്ട് വരുന്നു. ഭാരമേറിയ ഭക്ഷണങ്ങൾക്കൊപ്പം പഴങ്ങൾ കഴിക്കുമ്പോൾ അവയുടെ ദഹനം വൈകിക്കും, അത് പുളിച്ചു പോകും. അപ്പോ നമുക്ക് തികട്ടലുണ്ടാവും. നമ്മൾ ഈ ലോഡുള്ള ഭക്ഷണത്തിന്റെ കൂടെ ലോഡില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പുളിച്ചു പോകൽ എന്നുള്ളത്. ഈ പ്രോട്ടീനുകൾ ദഹിക്കാൻ ശക്തമായിട്ടുള്ള അസിഡിറ്റിക് ഒരു എൻവയോൺമെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജൈവമായിട്ടുള്ള ഒരു തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തിൽ ഉരുവാകുന്നുണ്ട്. നമ്മളിത് ചോറിന്റെ കൂടെയാണ് ഈ പ്രോട്ടീനിക് സബ്സ്റ്റൻസസ് കഴിക്കുന്നത്. ചോറിന്റെ അന്നജം ദഹിക്കാൻ ടയാലിൻ പോലുള്ള ഈ ക്ഷാരഗുണം ഉള്ള ഘടകങ്ങളാണ് ആവശ്യം. അപ്പൊ അത് ശരീരം സ്വാഭാവികമായിട്ട് ഉത്പാദിപ്പിക്കുമല്ലോ. ഈ അമ്ലവും ക്ഷാരവും ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാവുക, രണ്ടും ന്യൂട്രലൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇത് ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ശരീരത്തിന് ഈ ദഹനം എന്നുള്ള പ്രക്രിയ നേരെ നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ഇത് അവിടെ ബാധ്യതയായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കൊഴുപ്പുകൾ ചേർത്ത് നമ്മൾ ഇപ്പൊ എണ്ണ എല്ലാത്തിലും വറുത്ത് ചേർത്ത് അതല്ലെങ്കിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ചേർത്ത് അതിന്റെ രുചിക്ക് വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് നമ്മൾ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ കൊഴുപ്പുകൾ ചേർത്ത് ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ കൊഴുപ്പിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. ഈ ഒരിടത്തെ പ്രോസസ്സ് കഴിഞ്ഞ് അടുത്തതിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറയുന്നത്. ആ ആമാശയത്തെ ശൂന്യമാക്കുന്ന ആ പ്രക്രിയ നേരാമണം നടക്കാതെ വരും ഈ കൊഴുപ്പുള്ളത് കൊണ്ട്. അത് മൊത്തത്തിൽ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്ന കൊഴുപ്പിനൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ മൊത്തത്തിൽ സ്ലോ ഡൗൺ ചെയ്യും, വല്ലാതെ തന്നെ സ്ലോ ഡൗൺ ചെയ്യും. അതായത് മൊത്തം ഭക്ഷണത്തെയും ബാധിക്കുകയാണ്. ഈ കൊഴുപ്പ് അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മൊത്തം ഭക്ഷണത്തെ ബാധിക്കുകയാണ്. ഇപ്പൊ ഈ ബിരിയാണി പോലുള്ള കാര്യങ്ങളെല്ലാം, ബിരിയാണി അതുപോലെ തന്നെ ആ വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം തന്നെ എണ്ണയിലാണ് പാചകം ചെയ്യുന്നത് അല്ലെ. എണ്ണ നല്ലപോലെ ചേർക്കാറുണ്ട്, എണ്ണ നെയ്യ് ഒക്കെ നല്ലപോലെ ചേർക്കാറുണ്ട്. ഇവയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ദഹനത്തെ സ്ലോ ഡൗൺ ചെയ്യും. ഇതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ pH-ലുള്ള pH വാല്യൂ എന്താണ്, അതുപോലെ തന്നെ എൻസൈമുകളുടെ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ദഹനത്തിലെ കാലതാമസം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഗ്യാസ് ഫോം ചെയ്യും. അതുപോലെ തന്നെ വയറു വീർക്കൽ ഉണ്ടാവും, ക്ഷീണം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഈ ഭക്ഷണം പ്രോപ്പർ അല്ലാതെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എത്ര ഘടകങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു അത്ര ഘടക ദഹനം സങ്കീർണമായിരിക്കും. അതിനെ കണക്ക് കൂട്ടിട്ട് നമ്മൾ ഈ ദഹനരാജിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഓരോന്നിന്റെ പൊസിഷൻ. ഇനി അത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ 2 ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭക്ഷണം ദഹിക്കാനായിട്ട്, അതായത് സങ്കീർണത കൂടിയ ഭക്ഷണം ദഹിക്കാനായിട്ട് എത്ര സമയം വേണോ അതിന്റെ കൂടെ ഈ ചെറിയ സമയം കൊണ്ട് ദഹിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹന സമയം കൂടെ ചേർക്കുക. അത് അത്ര മുഴുവൻ വേണ്ടി വരില്ല എങ്കിലും അത്രയും കൂടെ സമയം, അത്രയും ലോഡ് വരുന്നുണ്ട് ശരീരത്തിന്. അപ്പോൾ നമ്മൾ ഈ സാമ്പാർ പോലുള്ള ഒരു കാര്യം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് സദ്യയുടെ ചിത്രമാണ്. നമ്മൾ മലയാളി കഴിക്കുന്ന ഒരു സദ്യ, സാധാരണ രീതിയിലുള്ള സദ്യ, സാത്വിക ഭക്ഷണങ്ങൾ കരുതി നമ്മൾ കഴിക്കുന്ന സദ്യ, ഈ സദ്യ എത്രത്തോളം സങ്കീർണമാണെന്ന് ആലോചിച്ച് നോക്കും. എത്ര വിഭവങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നത്. അപ്പോ എത്ര ഘടകങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു അത്ര ഘടക ദഹനം സങ്കീർണമായിരിക്കും. അതിന്റെ പോലെ തന്നെയാണ് ഈ പ്രകൃതിക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന പാചകം ചെയ്തത് കഴിക്കുന്നതിന് മുമ്പ് പാചകം ചെയ്യാത്തത് കഴിക്കും. നല്ലതാ പാചകം ചെയ്യാത്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന സാധനം ആദ്യം കഴിച്ചിട്ട് പെട്ടെന്ന് പതുക്കെ ദഹിക്കുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരം പ്രോസസ് ചെയ്യുന്നതിന്റെ ആ സീക്വൻസ് ഉണ്ടല്ലോ, അതിന്റെ ക്യൂ പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് പോകാൻ കാരണമാകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പഴം കഴിക്കുന്നതിനേക്കാളും
ഇപ്പൊ ചോറുണ്ട് കഴിഞ്ഞിട്ട് പഴം കഴിക്കുന്നതിനേക്കാളും പഴം കഴിച്ചിട്ട് ചോറുണ്ടെന്നാണ് നല്ലത് എന്നൊരു വാദമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പാചകം ചെയ്തതും ചെയ്യാത്തതും ഒരുമിച്ച് കഴിക്കുന്നതും നല്ലതല്ല. അഥവാ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ദഹിക്കുന്നത് ആദ്യം കഴിക്കുക എന്നുള്ളൊരു രീതി ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലത് ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കാതിരിക്കുക. കാരണം പാചകം ചെയ്തതിന്റെ പ്രോസസ്സ് എന്താണ്, പാചകം ചെയ്യാത്തതിന്റെ പ്രോസസ്സ് ഒന്നാണ്. ഇവയിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് ചെയ്യാൻ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി വരും. അപ്പോ ദഹനം മികച്ചതായി നിലനിർത്താൻ വേണ്ടത് എന്താ വെച്ചാൽ ഘടകങ്ങൾ ഏറ്റവും കുറഞ്ഞ ഭക്ഷണക്രമം ശീലിക്കുക. ഇപ്പൊ 2-3 പച്ചക്കറികൾ മാത്രം ഇട്ടിട്ടുള്ള ഒരു ചെറിയ കറിയും, നമ്മുടെ സാധാരണ ശീലത്തിന്റെ കാര്യമാണ് പറയുന്നത്. ചോറും സാധാരണ ഒഴിക്കുന്ന കറിക്ക് വളരെ 1-2 കഷ്ണങ്ങൾ മാത്രമുള്ള ഒരു ഒഴിച്ചു കറിയും അതുപോലെ തന്നെയുള്ള ഒരു ഉപ്പേരിയും ചേർത്താണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദഹനം കുറെ കൂടെ ലളിതമാകും. കഞ്ഞിയും ഒരു ഉപ്പേരിയുമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയി. കഞ്ഞിയും മറ്റേ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചതാണെങ്കിൽ കുറെ കൂടെ നന്നായി. ഇനി അതല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ വേവിച്ച് ആണ് കഴിക്കുന്നത്, അതും നല്ലത്. ഇനി വെജിറ്റബിൾ നമ്മൾ പച്ചക്കാണ് നല്ലത്, കുറെ കൂടെ നല്ലത്. അപ്പോ ഈ പാചകം ചെയ്തത്, പാചകം ചെയ്യാത്തത്, ഇവയുടെ മിശ്രിതം, പിന്നെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചിട്ട് പാചകം ചെയ്ത് ഇങ്ങനെ പോകെ ഭക്ഷ്യരാജ്യവുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ ദഹന സമയം കൂടുതൽ ആവശ്യമുള്ളവയെ പാചകം ചെയ്ത് കഴിക്കുകയും അവയുടെ മിശ്രിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഇത് ആ ഭക്ഷ്യരാജ്യം പറഞ്ഞിട്ടുള്ളതിനേക്കാളും സങ്കീർണമായ രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഘടകങ്ങളുടെ എണ്ണം കുറയ്ക്കുക. ബാലൻസ്ഡ് ഫുഡ് എന്ന പേരിൽ ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിക്കുന്നത് ദഹനപ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അത് ശരീരത്തിന് ഗുണകരമല്ല, ദോഷകരമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാലൻസ് ഫുഡ് എന്നുള്ളത് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടത് ആവശ്യമാണ്. ബാലൻസ് ഫുഡ് ആയിരിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലല്ലാതിട്ട് ബാലൻസ് ചെയ്യിപ്പിക്കേണ്ടത്. നമ്മുടെ ഒരു വാരത്തെ നമ്മുടെ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഒരു വാരത്തിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. പ്രോട്ടീൻ മൂലകങ്ങൾ, മറ്റ് ഘടകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ഒരു വാരത്തെ കണക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി. അല്ലാണ്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്നതും കൂടെ മനസ്സിലാക്കുക. അപ്പോ മിശ്രിത ഭക്ഷണവും ദഹനവും തമ്മിൽ വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ മിശ്രിത ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെല്ലുന്നത്, അവ എത്രത്തോളം സങ്കീർണത ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം നിരീക്ഷിക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.